ക്രിക്കറ്റ് എന്നത് വെറുമൊരു കളിയല്ല, ചിലർക്കത് അതിജീവനത്തിൻ്റെ പോരാട്ടമാണ്. ഈ ലോകകപ്പിൻ്റെ തുടക്കത്തിൽ സൈഡ് ബെഞ്ചിലിരിക്കുമ്പോൾ അയാൾ പോലും കരുതിയിട്ടുണ്ടാവില്ല ചരിത്രം അയാൾക്കായി കാത്തുവച്ചത് മറ്റൊന്നാണെന്ന്. വിമർശകർ വിധിയെഴുതി, അവസരങ്ങൾ വഴിമാറിപ്പോയി. പക്ഷേ നിശബ്ദനായിരുന്ന ആ ദിനങ്ങളിൽ അയാൾ തൻ്റെ ബാറ്റ് കൊണ്ട് മറുപടി നൽകാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇന്ന് ന്യൂസിലൻഡിനെ തകർത്ത് ഇന്ത്യ ലോക കിരീടത്തിൽ മുത്തമിടുമ്പോൾ ആ വിജയഗാഥയിലെ നായകൻ മറ്റാരുമല്ല, സഞ്ജു സാംസൺ എന്ന മലയാളി താരമാണ്. ബെഞ്ചിൽ നിന്ന് ടൂർണമെന്റിലെ താരത്തിലേക്കുള്ള സഞ്ജുവിന്റെ അവിശ്വസനീയമായ കുതിപ്പ് ഏവരെയും മോഹിപ്പിക്കുന്നതാണ്. നിരന്തരം അവഗണനകളും തഴയലുകളും നേരിട്ടപ്പോഴും തന്റെ കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയ സഞ്ജു സാംസൺ 2020 ലോകകപ്പിന്റെ താരമായി മാറി. എല്ലാ വിമർശകരുടെയും വായടപ്പിക്കാൻ മലയാളി താരത്തിന് സാധിച്ചു. സഞ്ജുവിന് സ്ഥിരതയില്ല, സമ്മർദ്ദത്തെ അതിജീവിക്കാൻ അറിയില്ല, വിശ്വസിക്കാൻ കൊള്ളില്ല എന്നെല്ലാം വിമർശിച്ചവർക്ക് മുന്നിൽ സഞ്ജു തന്റെ പ്രകടനം കൊണ്ട് വിശ്വകിരീടം നേടിയെടുത്തു. നിർണായകമായ 3 മത്സരത്തിലും ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ സഞ്ജു ആയിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. വെസ്റ്റ് ഇൻഡീസിനെതിരെ പുറത്താവാതെ 97, ഇംഗ്ലണ്ടിനെതിരെ സെമി ഫൈനലിൽ 89, ഫൈനലിൽ 89 എന്നിങ്ങനെയാണ് സഞ്ജുവിന്റെ സ്കോർ. ലോകകപ്പിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം താൻ താണ്ടിയ കണ്ണുവഴികളെയും കണ്ട സ്വപ്നത്തെയും കുറിച്ചാണ് സഞ്ജു പറഞ്ഞത്. അത് ഇങ്ങനെയായിരുന്നു: ഇതൊരു സ്വപ്നം പോലെ തോന്നുന്നു. ഒരുപാട് സന്തോഷവും നന്ദിയുമുണ്ട്. വാക്കുകൾ കിട്ടുന്നില്ല, വികാരങ്ങൾ അടക്കാനാവുന്നില്ല. സത്യം പറഞ്ഞാൽ 1-2 വർഷം മുമ്പ് കണ്ടു തുടങ്ങിയതാണ് ഈ സ്വപ്നം. 2024 ലോകകപ്പ് ടീമിൽ ഇടം നേടുകയും കളിക്കാൻ അവസരം ലഭിക്കാതിരിക്കുകയും ചെയ്തത് മുതൽ ഞാൻ മനസ്സിൽ കണ്ട നിമിഷമാണിത്. പിന്നീടുള്ള നാളുകൾ അതിനുവേണ്ടിയുള്ള പ്രയത്നമായിരുന്നു. അതാണിപ്പോൾ യാഥാർത്ഥ്യമായത്. ന്യൂസിലൻഡിനെ പരമ്പരയ്ക്ക് ശേഷം ഞാൻ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. എൻ്റെ സ്വപ്നങ്ങൾ അത്രയും തകർന്നിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാത്ത സമയമായിരുന്നു അത്. പക്ഷേ ദൈവത്തിന് നമുക്ക് മുന്നിൽ മറ്റൊരു വഴി തുറക്കും. കഠിനാധ്വാനത്തിന് എനിക്ക് പ്രതിഫലം ലഭിച്ചു. ഒരുപാട് മുൻതാരങ്ങൾ എന്നെ പിന്തുണച്ചെത്തി. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഞാൻ സച്ചിൻ സാറുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പലതവണ അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിനപ്പുറം മറ്റെന്താണ് നമുക്ക് വേണ്ടത്? എന്നെ പിന്തുണച്ച എല്ലാവരോടും വലിയ നന്ദിയുണ്ട്. ഇനിയുള്ള ലക്ഷ്യം വളരെ വലുതാണ്. പക്ഷേ ഇപ്പോൾ എനിക്കിത് ആസ്വദിക്കണം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇനി എന്ത് വേണമെന്ന് തീരുമാനിക്കാം. 2020 ലോകകപ്പ് തുടങ്ങിയപ്പോൾ സഞ്ജുവിന് പ്ലേയിങ് ലെവലിൽ സ്ഥാനമില്ലായിരുന്നു. എന്നാൽ സഞ്ജുവിനെ തിരികെ വിളിക്കാൻ ടീം മാനേജ്മെന്റ് ഒടുവിൽ നിർബന്ധിതരാകുകയായിരുന്നു എന്ന് പറയാം. ഇത് 2ാം തവണയാണ് സഞ്ജു T20 ലോകകപ്പ് നേടുന്നത്. 2014 ഒരു മത്സരം പോലും കളിക്കാൻ സാധിച്ചില്ലെങ്കിലും ടീമിന്റെ ഭാഗമായിരുന്നു. അന്ന് ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്ന രോഹിത് ശർമ്മയെ ഇന്ന് സാക്ഷിയാക്കിയാണ് സഞ്ജു അഹമ്മദാബാദിൽ കസറിയതെന്ന് കാലത്തിന്റെ കാവ്യനീതിയാണ്. 2 മത്സരങ്ങളിൽ കളിയിലെ താരമാകാനും ലോകകപ്പിലെ താരമാകാനും സാധിച്ചു എന്ന് മാത്രമല്ല, ഈ 2020 ലോകകപ്പിലെ ഇന്ത്യയുടെ റൺവേട്ടക്കാരെ തലപ്പത്താനും സഞ്ജുവിന് സാധിച്ചു. 5 ഇന്നിംഗ്സിൽ നിന്ന് 301 റൺസാണ് സഞ്ജു നേടിയത്. 80.2 ശരാശരിയിലും 199.37 പ്രകടനശേഷിയിലുമാണ് സഞ്ജു മിന്നിച്ചത്. 27 4ഉം 24 6ഉം സഞ്ജു പറത്തി. 2020 ലോകകപ്പ് ഫൈനലിലെ ഉയർന്ന വ്യക്തിഗത സ്കോർ, ഒരു 2020 ലോകകപ്പിൽ കൂടുതൽ സിക്സർ നേടുന്ന ഇന്ത്യൻ താരം എന്നിവയെല്ലാം സഞ്ജുവിന്റെ റെക്കോർഡുകളായി മാറി. ഫൈനലിൽ 5 4ഉം 8 6ഉം ഉൾപ്പെടെ 193.47 പ്രകടനശേഷിയിലാണ് സഞ്ജു മിന്നിച്ചത്. ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മയോടൊപ്പം 92 റൺസ് കൂട്ടുകെട്ടും 2ാം വിക്കറ്റിൽ ഇഷാൻ കിഷനൊപ്പം സെഞ്ചുറി കൂട്ടുകെട്ടും സൃഷ്ടിച്ചാണ് സഞ്ജു മടങ്ങിയത്. സെഞ്ചുറി കൈവിട്ടെങ്കിലും ചരിത്ര റെക്കോർഡുകളാണ് സഞ്ജു നേടിയെടുത്തത്. 2020 ലോകകപ്പിന്റെ സെമി ഫൈനലിലും ഫൈനലിലും അർദ്ധ സെഞ്ചുറിയിടുന്ന 3ാമത്തെ താരമെന്ന റെക്കോർഡിലേക്കാണ് സഞ്ജു സാംസൺ പേര് എഴുതി ചേർത്തത്. ഈ നേട്ടത്തിലെത്തുന്ന 2ാമത്തെ ഇന്ത്യക്കാരാണ് സഞ്ജു. വിരാട് കോഹ്ലി മാത്രമാണ് സഞ്ജുവിന് മുമ്പ് ഈ നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 2020 ലോകകപ്പ് നോക്കൌട്ടിൽ കൂടുതൽ അർദ്ധ സെഞ്ചുറിയുള്ള ഇന്ത്യക്കാരിൽ 2ാമനായി മാറുന്ന സഞ്ജുവിനായി. 5 തവണ ഈ നേട്ടത്തിലെത്തിയ വിരാട് കോഹ്ലി തലപ്പത്ത് നിൽക്കുമ്പോൾ 2 തവണയാണ് സഞ്ജുവിന് ഈ നേട്ടത്തിലെത്താനായത്. 2020 ലോകകപ്പിൽ സഞ്ജുവിന് തുടർച്ചയായ 3ാമത്തെ 50+ സ്കോറാണിത്. വിരാട് കോഹ്ലിയും KL രാഹുലുമാണ് ഇതിനു മുമ്പ് ഈ നേട്ടം സ്വന്തമാക്കിയത്. വിരാട് കോഹ്ലിയുടെ മറ്റൊരു വമ്പൻ റെക്കോർഡും സഞ്ജു തകർത്തു. ഒരു 2020 ലോകകപ്പിലെ ഇന്ത്യക്കാരന്റെ ഉയർന്ന സ്കോർ എന്ന റെക്കോർഡാണ് സഞ്ജു സ്വന്തം പേരിലാക്കിയത്. 321 റൺസാണ് സഞ്ജു നേടിയത്. 319 റൺസ് എന്ന കോഹ്ലിയുടെ റെക്കോർഡാണ് തകർന്നത്. സഞ്ജുവിന് തൊട്ടുപിന്നിൽ 317 റൺസുമായി ഇഷാൻ കിഷനും ഉണ്ടായിരുന്നു. സഞ്ജുവിന്റെ കഠിനാധ്വാനത്തിന് ഇപ്പോൾ ഫലം കണ്ടതോടെ ഇനി ഏകദിന ലോകകപ്പിലേക്കും സഞ്ജുവിനെ പരിഗണിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. അവസാന ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ അഹമ്മദാബാദിലാണ് തോറ്റത്. ഇപ്പോൾ 2020 ലോകകപ്പ് കഴിഞ്ഞതോടെ ആ കണക്ക് തീർക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരിക്കുകയാണ്. എന്തായാലും സഞ്ജുവിന്റെ കരിയറിൽ അഭിമാനിക്കാവുന്ന നേട്ടമാണിത്. ഇന്ത്യൻ 2020 ടീമിനൊപ്പം ഇനിയും ഏറെ മുന്നോട്ട് പോകാൻ സഞ്ജുവിന് സാധിക്കുമെന്ന് കരുതാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.